എന്റെയും നിങ്ങളുടെയും വിജയത്തിലുയർന്ന ഓരോ പതാകയും എന്റെയും നിങ്ങളുടെയും അന്തരംഗത്തിൽ താഴ്ത്തിക്കെട്ടിയ ഒരു കൊടിയുടെ കഥ വിവരിക്കുന്നുണ്ടാവും. അന്തരംഗത്തിലെ കൊടി ഉയരും എന്നിട്ട് മാത്രമേ ബാഹ്യമായ കൊടിക്കൂറകൾ ഉയർത്തിക്കെട്ടാവൂ. അല്ല, അതിനേക്കാൾ നല്ലത് ചെളിയിൽ ചവിട്ടിയിട്ട് കാല് കഴുകുന്നതാണോ നല്ലത്? ചവിട്ടാതിരിക്കുകയല്ലേ? പോകാം, അത് തീർച്ചയായും. ചെയ്തു പോയെങ്കിൽ അത് നിർത്തി, ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കറിയില്ല. ഞാൻ അവരുടെ നിശബ്ദത അളന്നു നോക്കിയില്ല, ആസ്വദിച്ചു നോക്കിയിട്ടുണ്ട്. അത് മനസ്സിലായി എനിക്ക് ശബ്ദത്തെക്കാൾ ഇഷ്ടം നിശബ്ദതയാണ്. കാരണം എന്റെ ശബ്ദം വളരെ വലുതാണ്. എന്റെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരും, പക്ഷെ എന്റെ നിശബ്ദത നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ നിശബ്ദതയാണ്. അത് ഞാൻ കണ്ടെത്തുന്നതും ഉണ്ടാക്കുന്നതും ശബ്ദം കൊണ്ടാണ്. ശബ്ദമില്ലെങ്കിൽ നിശബ്ദതയ്ക്ക് അർത്ഥമില്ലല്ലോ. നിങ്ങളെ പിടിച്ചിരുത്തുന്നത് എന്റെ ശബ്ദമാകാം, എന്നെ പിടിച്ചിരുത്തുന്നത് ശബ്ദമല്ല, എന്റെ നിശബ്ദതയാണ്. എന്നെങ്കിലും ആ നിശബ്ദത നിങ്ങൾ അറിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ ഇരിക്കേണ്ടി വരില്ല. കാരണം നിശബ്ദതയിലാണ് പരിണാമമുണ്ടാകുന്നത്. ബിക്കോസ് സൈലൻസ് ഈസ് വയലൻസ്. സൈലൻസ് ഈസ് വയലൻസ്. ഒരു കോലാഹലം എല്ലാവരും കൂടെ നടത്തുമ്പോൾ സാരമില്ല. ഒരിടത്ത് നിശബ്ദത ഉണ്ടാവുമ്പോൾ അവന്റെ അന്തരംഗം വയലന്റ് ആകുകയാണ്. ചിന്തകൾ, ആധ്യാത്മിക വിഭൂതികൾ മാനവനെ അവൻ അറിയാതൊരു നിശബ്ദതയിലേക്ക് തള്ളിയിട്ടാൽ അത് തീർക്കുന്ന വയലൻസ് സഹിക്കാവുന്നതിൽ കൂടുതലാണ്. അതിനു പകരം നിങ്ങളെ എല്ലാവരെയും നിരത്തിയിരുത്തി സ്വാമിയും കണ്ണടച്ച് നിശബ്ദമായി 5 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ ഈ നിശബ്ദത ഉണ്ടാവില്ല. അത് പരിണാമമില്ലാത്ത അസൂയയിലൂടെയും കുശുമ്പിലൂടെയും ഒക്കെ കണ്ണടച്ചിരുന്ന് ശബ്ദായമാനമായി പോകാൻ പറ്റിയ പ്രതിഭാസം മാത്രമാണ്. നിങ്ങൾ കണ്ണടയ്ക്കുന്നതിന് മുമ്പ്, ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളാകുന്നതിന് മുമ്പ് കടുത്ത ശബ്ദത്തിന്റെ നിശബ്ദതയിലേക്ക് നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ വഴുതി വീണാൽ അന്ന് നിങ്ങൾക്ക് ബോധ്യമാകും ആ നിശബ്ദത അർത്ഥശൂന്യമാണ്. അതുകൊണ്ടാണ് അന്തര്യോഗമെന്ന് പറഞ്ഞു പലരും വീട്ടിൽ നിന്ന് വളരെ ദൂരെ നിന്നൊക്കെ ഇരിക്കാനുള്ള പുലിത്തോലും ഒക്കെ ആയിട്ട് വന്നിട്ടും ഞാൻ ആരെയും കണ്ണടപ്പിച്ചില്ല. കാരണം നിങ്ങളുടെ ആരുടെയും കയ്യിൽ അമൃതില്ല എന്ന് എനിക്കറിയാം. പണമേ ഉള്ളൂ. അമൃത് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ കണ്ണടപ്പിക്കുമായിരുന്നു, തട്ടിയെടുക്കാൻ. പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നിങ്ങളെ കണ്ണടപ്പിക്കേണ്ട കാര്യം ആ ആസുരി സമ്പത്തിയില്ല. അത് കൃഷ്ണന്റെ പാരമ്പര്യത്തിലില്ല, വിഷ്ണുവിന്റെ പാരമ്പര്യത്തിലില്ല. അമൃതുണ്ടെങ്കിൽ കൈ നോക്കാം. കാരണം അത് നിങ്ങളുടെ കയ്യിലിരിക്കാൻ യോഗ്യമല്ലാത്തപ്പോ Is it interesting to that extent? കാവ്യഭാവന എല്ലാവർക്കും ആസ്വദിക്കാനാവില്ല. ചിലരിങ്ങനെ കണ്ടുപിടിച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണടച്ചിരുത്തുമ്പോൾ ആദ്യം ആലോചിക്കണം. പക്ഷെ അന്നേരം വിവരം ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ അസുരന്മാരും കണ്ണടക്കില്ലായിരുന്നു. അവർക്കും ഗുരുവും രാജാവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും കണ്ണടച്ചു പോയില്ലേ? വിളമ്പിയത് വേറെ ആൺപിള്ളേർക്കായി പോയില്ലേ?
നിങ്ങൾ പലപ്പോഴും കണ്ണടച്ചു. പിന്നെ ഒരു സമാധാനമുണ്ട്, അമൃതൊന്നും പോയില്ലല്ലോ, കാശല്ലേ പോയുള്ളൂ. ഈശ്വരനെ വിളിക്കേനി വഴിയുള്ളൂ. അതുകൊണ്ട് പ്രപഞ്ച സർജനത്തെ നോക്കിയാൽ ആദ്യം ഈ ചോദ്യം ചോദിക്കണം. എന്നിട്ട് സ്ഥൂല ശരീരത്തെ ആദ്യം ഉടച്ചു വാർക്കാനാവില്ല. കാരണ ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും ഉടച്ചു വാർത്താൽ സ്ഥൂല ശരീരത്തിന്റെ രൂപഭാവങ്ങൾ മാറും. കർമ്മ വ്യാപാരങ്ങളുടെ ഗതീയത മാറി മറിയും. ഇന്ദ്രിയ പരിപ്രേക്ഷ്യങ്ങൾ തകരും. അതുകൊണ്ട് ഇത്തരമൊരവസ്ഥിതിയിൽ സ്വന്തം ആത്മരോഷം കൊണ്ട് മന്യുരസി മന്യും മയിധേഹി മന്യു രോഷമുള്ള അവിടുന്ന് ആരാ? എന്നിലെ അച്ഛനെ പ്രതിക്കൂട്ടിക്കയറ്റിയ എന്നിലെ മകൻ, എന്നിലെ അമ്മയെ പ്രതിക്കൂട്ടിക്കയറ്റിയ എന്നിലെ മകൾ, എന്നിലെ ഭർത്താവിനെ പ്രതിക്കൂട്ടിലെത്തിച്ച എന്നിലെ ഭാര്യ. സാക്ഷികളില്ലാതെ നേരിട്ട് ജഡ്ജി കണ്ട സംഭവമാണ്. പിന്നെ സാക്ഷി കണ്ട, സാക്ഷി വിസ്താരങ്ങളില്ലാതെ, സാക്ഷിയില്ലാതെ വാദിക്കാവുന്ന കേസായത്. മറ്റുള്ളവരൊക്കെ സാക്ഷിയെ വിസ്തരിക്കണം. എവിടെ വെച്ച് കണ്ടു, എപ്പോ കണ്ടു, എത്ര മണിയായിരുന്നു, കണ്ടപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, കണ്ട സമയത്ത് സൂര്യൻ എവിടെയാണ് നിന്നത്, അതൊന്നും ചോദിക്കണ്ട. കാരണം ഇത് നേരിട്ട് ന്യായാസനം കണ്ട കർമ്മമാണ്. കേവലനായ നിഷ്കൽമഷനായ ഞാൻ കൽമഷനായ എന്റെ അച്ഛനെ മകന്റെ അവകാശവാദങ്ങളിൽ തലയിട്ടതിനെ വെച്ച്, മകളുടെ അവകാശവാദങ്ങളിൽ തലയിട്ടതിനെ വെച്ച്, ഭർത്താവിന്റെ, ഭാര്യയുടെ, അച്ഛന്റെ, അമ്മയുടെ, ബന്ധുവിന്റെ, സഹപാഠിയുടെ, സുഹൃത്തിന്റെ, ഉപഭോക്താവിന്റെ, കച്ചവടക്കാരന്റെ എല്ലാ മുഖങ്ങളും ഒരെണ്ണമല്ല, 1000 മുഖങ്ങൾ. ചിന്തിച്ചാൽ ഒടുങ്ങാത്ത 1000 മുഖങ്ങളുള്ള എന്റെ ചിന്തയുടെ സരിത്തിൽ ആ മുഖങ്ങളെല്ലാം തിരിച്ചറിയുന്ന ഞാൻ തന്നെ വെച്ചപഗ്രഹിച്ചിട്ട് ഇനിയും ഒരു ഞാൻ ഈ കർമ്മത്തെ കണ്ടാൽ ഇതുപോലെ ജീവിച്ച് സന്തോഷിക്കുമോ, സന്തോഷം ഞാൻ ലോകത്തിന്, പ്രകൃതിക്ക് കൊടുത്തുവോ എന്ന് സമഗ്രമായി അപഗ്രഹിച്ച് അതിനനുഗുണമായി എന്റെ പരിണാമത്തിന് വിത്തിടാൻ എന്റെ സൂക്ഷ്മ ശരീരം ഒന്ന് ഉടച്ചു വാർക്കാൻ ഇന്ദ്രിയ ശക്തികൾ 5 ജ്ഞാനം, കർമ്മേന്ദ്രിയ ശക്തികൾ 5 കർമ്മം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം 4 അന്ധക്കരണം, പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ എന്ന 5 പ്രാണന്മാർ, ഈ 19 ശക്തി കേന്ദ്രങ്ങൾ ചേർന്നു വരുന്ന എന്റെ സൂക്ഷ്മമായ സ്വപ്ന ശരീരം ഇപ്പോൾ മുതൽ എന്റെ സ്വപ്നഭൂവിൽ, എന്റെ സങ്കല്പ സാമ്രാജ്യത്തിൽ
എന്റെ ചിന്താ ശകലങ്ങളിൽ, എന്റെ ഭാവന ലോകങ്ങളിൽ പരിപൂർണമായൊരു പരിണാമത്തെ വരുത്തുവാൻ ഞാൻ തീരുമാനിച്ചു കഴിയുന്നൊരു നിമിഷം, ഉടച്ചു വാർക്കപ്പെട്ട എന്റെ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് എന്റെ സ്ഥൂലേന്ദ്രിയ വ്യാപാരങ്ങൾ അത്രയും പരിണമിക്കുന്ന ഒരവസ്ഥാന്തരം, എ ഹ്യൂമൻ മെറ്റമർഫോസിസ്. എപ്രകാരമാണോ ഇലകളെല്ലാം തിന്നു തീർത്ത ഒരു പുഴു തന്റെ തന്നെ ഉള്ളിൽ നിന്നുണ്ടായൊരു വല കൊണ്ട് ചുറ്റി വരിഞ്ഞ് തന്നെ അതിനുള്ളിലാക്കി തന്റെ ഇന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം നിശ്ചലമാക്കി നിതാന്തമായ ഏകാഗ്രതയുടെ തപസ്സും കഴിഞ്ഞ് താനുളവാക്കിയ കൂടും പൊട്ടിച്ച് വർണ്ണപ്രപഞ്ചമുതിർക്കുന്നൊരു ശലഭമായി പുറത്തേക്കെത്തുന്നത് പോലെ എന്റെ ബന്ധങ്ങൾ, എന്റെ ബന്ധനങ്ങൾ, എന്റെ ലോകങ്ങൾ ഞാൻ ആഹ്രിയന്ത ആഹാരഹ എന്ന പ്രമാണത്തിൽ ആഹരിച്ചു തീർത്ത വസ്തുക്കൾ, അവയുടെ കോടരങ്ങളിൽ നിന്നെല്ലാം എന്റെ ബോധസീമയെ അത്യന്തഭാസുരമായൊരു സമാധിയുടെ അന്തരിന്ദ്രിയ ദൃഷ്ടിയിൽ തളച്ച് ശമതമാദികളുടെ നൂലുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി അതിനുള്ളിൽ കൂടി അതിൽ നിന്ന് പുറത്തേക്കൊരു ശലഭാകൃതി കൊണ്ടെത്തുമ്പോൾ ഇന്നലെ ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം അസ്തമിച്ച് പുതിയൊരു യുഗത്തിന്റെ, പുതിയൊരു പ്രഭാവത്തിന്റെ, പുതിയൊരു നന്മയുടെ, പുതിയൊരു നിസ്തന്ത്രമായ മനസ്സിന്റെ ലോകങ്ങളിൽ എത്തുന്ന അവാച്യവും സുന്ദരതരവും സുമനോഹരവും സ്തുത്യർഹവും ഉദാത്തവുമായ എന്റെ പരിണാമം കാലത്തെയും കാലപുരുഷനെയും കാലികങ്ങളായ ധർമാധർമ്മങ്ങളെയും എല്ലാം വെന്ന് എന്റെ അന്ധക്കരണത്തിന്റെ സ്വച്ഛവും സുഭഗവും സുന്ദരതരവുമായ പതാക അതുതന്നെയാണ് പുറത്ത് കെട്ടുന്നതെന്നറിഞ്ഞ് കെട്ടാൻ വിശുദ്ധിയുടെ എന്റെ ദിനങ്ങളിൽ കഴിയുമ്പോൾ കർമ്മവും കർമ്മഹേതുവും കർമ്മസ്വരൂപവും ബഹിരംഗ യോഗവും ബഹിരംഗ സാധനയും അതിന്റെ ഹേതുവും സ്വരൂപവും ഫലവും ഏകത്ര എന്നിലുണ്ടായി എന്നിൽ അസ്തമിച്ച് അതിന്റെ ശ്മശാനത്തിൽ നിന്ന് അന്തരംഗ സാധനയുടെ അന്തരിന്ദ്രിയ ദൃഷ്ടിയുടെ അത്യപൂർവമായ ആനന്ദത്തിന്റെ ഒരു പുത്തൻ ഉയർത്തെഴുന്നേൽപ്പ്. ഇതിന് കഴിഞ്ഞെങ്കിൽ വേണ്ട, ഒട്ടും വേണ്ട, ഒരു മിനിറ്റ്. ഇപ്പോൾ ഇവിടെ ഒന്നും വേണ്ട. മൊമെന്റ്സ്. കാലം മനസ്സിന്റെയാണ്. കാലം വെറും മനസ്സിന്റെ വിഭൂതിയാണ്. വെറും നിമിഷങ്ങൾ മാത്രം കൊണ്ട് സാധിക്കുന്ന ക്ഷുദ്രവും അറപ്പുളവാക്കുന്നതും കണ്ടാൽ കൊല്ലണമെന്ന് തോന്നുന്നതും വിഷമടിക്കുന്നതുമായ പുഴു ശലഭാകൃതി കൊണ്ട് പറക്കുമ്പോൾ അതൊരാനന്ദമായി തീരുമ്പോൾ ഈ പുഴു തന്നെയാണ് ശലഭമായി മാറിയതെന്ന്
വിശ്വസിക്കാനാവാത്ത ഇടങ്ങളിൽ അതിന് നിമിഷങ്ങളെ വേണ്ടു. കർമ്മം ഇവിടെയില്ല. കർമ്മങ്ങൾ നമ്മൾ ഹനിച്ച് സൂക്ഷ്മ ശരീരത്തെയാണ് ഉടച്ചു കളഞ്ഞത്. കർമ്മേന്ദ്രിയ ശക്തികളും ജ്ഞാനേന്ദ്രിയ ശക്തികളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും പഞ്ചപ്രാണങ്ങളും ചേർന്നു വരുന്ന സൂക്ഷ്മ ശരീരം സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. അതിന്റെ പരിണാമം ഒരു നിമിഷമുണ്ടായാൽ സ്ഥൂലമായതെല്ലാം സൂക്ഷ്മത്തെ ആശ്രയിച്ച് നീങ്ങുകയും സൂക്ഷ്മം വിപുലവും സൂക്ഷ്മത്തിൽ സ്ഥൂലമടങ്ങുന്നതുമാണെങ്കിൽ, സ്ഥൂലത്തിൽ സൂക്ഷ്മമിരിക്കുകയല്ല സൂക്ഷ്മത്തിൽ സ്ഥൂലമിരിക്കുകയാണെങ്കിൽ സൂക്ഷ്മത്തിൽ പരിണമിക്കുന്ന ഈ അവാന്തര വിദ്യ, ഈ അസ്പർശവിദ്യ, ഈ സംസർഗവിദ്യ, ഈ വിഹംഗമ മാർഗം പല പേരാ പറയാ. ഇതിനധികം നേരമൊന്നും വേണ്ട. ഒരിടത്ത് സ്വസ്ഥമായിരുന്ന് എന്നിൽ പല ഭാവങ്ങൾ ഉയർത്തി ജന്മജന്മാന്തരങ്ങളുടെ അവാന്തര പ്രകൃതികളിലെ ദ്വന്ദ്വങ്ങളെ മുഴുവൻ ഒരുമിച്ച് വെച്ചൊരു നിമിഷം അപഗ്രഹിക്കുവാൻ സമാധാനവും ശക്തിയും സ്വാതന്ത്ര്യവും മനസ്സിന് കൊടുക്കാൻ കഴിഞ്ഞാൽ, മനസ്സ് എത്രത്തോളമാണോ ഇന്ദ്രിയങ്ങളിൽ ചേർന്ന് ഈ കൊള്ളിക്കരുതാഴികകൾ മുഴുവൻ ചെയ്തത്, ആ മനസ്സു തന്നെ ഇന്ദ്രിയങ്ങളെ വിട്ട് ആത്മാവിനോട് ചേർന്ന് ഇതിനെ മുഴുവൻ തിരുത്തി സൂക്ഷ്മ ശരീരത്തെ മാറ്റിമറിച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കിയ മനസ്സ് മോക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മനഃകൃതകൃതം രാമ ന ശരീരകൃതം കൃതം ഏനൈവാലിംഗ്യതേ ജായ തേനൈവാലിംഗ്യതേ സുതാഹ. ഭാര്യയെ ആലിംഗനം ചെയ്യുമ്പോൾ കർമ്മവും മകളെ ആലിംഗനം ചെയ്യുമ്പോഴുള്ള കർമ്മവും ശാരീരികമായ ഒന്നെങ്കിലും ഒന്നല്ലല്ലോ. നോറസ് നിങ്ങൾ നിങ്ങളുടെ മകളെ ആലിംഗനം ചെയ്യുന്നതും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ആലിംഗനം ചെയ്യുന്നതും സ്ത്രീ പുരുഷാലിംഗനത്തിന്റെ ഭാഗമാണെങ്കിലും രണ്ടും ഒന്നാണോ? ചോദ്യം തന്നെ വികലമാണ്. ഒന്നാണോ? അല്ല. ഒരേ കർമ്മം ഒന്നല്ലെന്ന് പറയുന്ന വ്യക്തികൾ നിങ്ങളുടെ ഭൗതിക ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ഗ്ലാൻഡുകളിലെ പരിണാമം, നിങ്ങളുടെ മസ്തിഷ്കത്തിലെ പരിണാമം, നിങ്ങളുടെ അഡ്രീനാലിനിലെ പരിണാമം, റിയർ അഡ്രീനാലിനിലെ പരിണാമം, നിങ്ങളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളിലെ പരിണാമം, നിങ്ങളുടെ കണ്ഠഗോളകങ്ങളിലെ തൈറോയിഡിലെ പരിണാമം, നിങ്ങളിലെ പുരുഷ ഗ്രന്ഥിയിൽ സ്ത്രീ ഗ്രന്ഥിയിൽ രൂപാന്തരപ്പെടുന്ന പരിണാമങ്ങൾ, ഇവയൊക്കെ ശാരീരികം എന്ന് പറയുന്ന ഈ രണ്ടാലിംഗനങ്ങളിൽ ഒന്നല്ല. ആദ്യത്തെ ആലിംഗനത്തില് സർജീകരിച്ച ഇന്ദ്രിയങ്ങളും അവയവങ്ങളും പലതും രണ്ടാമത്തെ ആലിംഗനത്തിൽ നിശബ്ദവും മറ്റു പല ഇന്ദ്രിയങ്ങളും പല ഗ്ലാൻഡുകളും പല ആന്തരിക അവയവങ്ങളും സർജനത്തിന്റെ വേറൊരു മേഖലയിലാണ്. മാനവ സർജിത ചൈതന്യത്തിന് തന്നെ മാറ്റമുണ്ടാക്കുന്ന രണ്ടാലിംഗനങ്ങൾ.
1 മണിക്കൂറിനുള്ളിൽ ഈ 2 ആലിംഗനങ്ങൾ നിങ്ങൾ ചെയ്താൽ മനസ്സിനെ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ 2 തരത്തിൽ പരിണമിപ്പിക്കാമെങ്കിൽ മനസ്സെന്ന വിഭൂതിക്ക് മുമ്പിൽ ഈ വിശ്വം മറിഞ്ഞു മറയാൻ, ഈ ശലഭം ഉയർകൊള്ളാൻ മണിക്കൂറുകൾ വേണ്ട, നിമിഷങ്ങൾ മതി. മനസ്സെന്നത് നേരെയെങ്കിൽ. ഇതിന് നിങ്ങൾ തലയും കുത്തി നിൽക്കണ്ട. ഇതിന് മടങ്ങാത്ത കാലുകൾ മടക്കണ്ട. വൾക്കനൈസ് ചെയ്തു പോയല്ലോ കാലിനി, അടുത്ത ജന്മത്തിൽ നോക്കാമെന്നോർത്ത് വിലപിക്കണ്ട. ഇതിന് തുണിയും കസേരയും മാറി വാങ്ങണ്ട. ഇതിന് ഇരിപ്പിടങ്ങളിൽ മാനിനെ കൊന്ന് തോലെടുക്കണ്ട. അയത്ന ലളിതവും അത്യന്ത സ്വാഭായമാനവും അതീവ നിരുപദ്രവകരവും 100% അഹിംസാത്മകവും സത്യവാക്കുമാണിത്. ഇതിന്റെ ചിന്ത പോലും ആനന്ദത്തെ പ്രസരിപ്പിക്കും. ഇതിന്റെ ചിന്ത പോലും, പിന്നല്ലേ ഇതിന്റെ അനുഭവം. ഇതിന്റെ മതിൽക്കെട്ടിനുള്ളിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആനന്ദമുണ്ടാകുമെങ്കിൽ മതിലിന് പൊക്കത്തിൽ നിന്ന് നോക്കിയാൽ എത്ര ആനന്ദമുണ്ടാവും. അതിലേക്ക് വീണാൽ എന്തായിരിക്കും? ഇതിലാത്മാവിന്റെ നിതാന്ത നിനദമുണ്ടാവും, നിശബ്ദമായി, പരയായി. ആ പരയുടെ അത്യുദാരതകളിൽ നിന്ന് പശ്യന്തിയും മധ്യമയും വൈഖരിയും മനോഹരമായി വരികയും ചെയ്യും. ആ വൈഖരികൾക്ക് പോലും പരയുടെ നീലിമ സ്പർശമുണ്ടാവും. അവരുടെ വാക്കുകളും വർണ്ണങ്ങളും വരകളും ആനന്ദരൂപമാവുകയും ചെയ്യും. പിന്നെ എന്ത്? ബഹിരംഗ സാധനയുടെ സ്വരൂപവും ഹേതുവും ഫലവും നന്നായി അറിഞ്ഞ് അതിനെ വിട്ട് അന്തർയോഗത്തിലേക്ക് പരിണമിക്കുമ്പോൾ ഇതാണ് ഗതി. കുറഞ്ഞപക്ഷം 1 സെക്കൻഡെങ്കിലും നമ്മുടെ ചേഷ്ടകൾ അസ്തമിച്ച് നിശബ്ദമാക്കാൻ ഇതിന്റെ ഓർമ്മ ഇത്രയും നേരം സഹായിച്ചുവെങ്കിൽ ജസ്റ്റ് ഓർമ്മിപ്പിച്ചുവേ ഉള്ളൂ. ഓർമ്മ അഗാധമായൊരു നിശബ്ദതയിൽ നമ്മെ കൊണ്ടെത്തിച്ചുവെങ്കിൽ ആ നിശബ്ദതയിൽ അച്ഛൻ എവിടെയെന്ന്, അമ്മ എവിടെയെന്ന്, മക്കൾ എവിടെയെന്ന്, വീട്ടിൽ കെട്ടിവെച്ച പണമെന്ന് എവിടെയെന്ന്, ബാങ്ക് ബാലൻസ് എവിടെയെന്ന്, ശത്രു എവിടെയെന്ന്, മിത്രം എവിടെയെന്ന്, നാളത്തെ ആഹാരം എവിടെയെന്ന്
മറ്റന്നാൾ വാങ്ങേണ്ട ഭൂമിയുടെ അഡ്വാൻസ് എവിടെയാണെന്ന് ഓർമ്മിച്ചിരുന്നുവോ? ആ ഓർമ്മകളുടെ അസ്വസ്ഥതകളും ഏതോ ഒരു നിമിഷത്തിൽ അവാച്യമായി അസ്തമിച്ചു പോയ ആ ഓർമ്മകൾ അസ്തമിച്ച മുഹൂർത്തങ്ങളിലെ നിശബ്ദതയിൽ ഏതോ ഒരു ആനന്ദവും കിട്ടിയെങ്കിൽ ഈ നിശബ്ദത നിത്യനിതാന്തമായി നിലനിർത്തിക്കൊണ്ട് കർമ്മരംഗങ്ങളിൽ അനിച്ഛാപൂർവം മാത്രം വിചരിക്കുന്ന ഒരു ജീവന്റെ സമസ്യ എന്തെന്ന് Can you imagine? അച്ഛനല്ലാതെ അച്ഛനായി, അമ്മയല്ലാതെ അമ്മയായി, മകനല്ലാതെ മകനായി, മകളല്ലാതെ മകളായി, അവകാശങ്ങളില്ലാത്ത ഒരു ലോകത്ത് ഏതുത്തരവാദിത്വവും പ്രകൃതിയാ വന്നു ചേർന്നാൽ അതെല്ലാം എന്റേതാണെന്ന ഉത്തരവാദിത്വപൂർവകമായ അച്ചടക്കത്തിൽ ഉതിർന്ന് ഈ ഭൂമിയിൽ ജനിച്ചു എന്നതല്ലാതെ യാതൊരു അവകാശവും എനിക്ക് ഈ ഭൂമിയിലില്ലെന്ന് എന്റെ ജനനം കൊണ്ട് ജന്മജന്മാന്തരങ്ങളിൽ തുടങ്ങിവെച്ച് ആയിരം സങ്കല്പങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ് എന്നെ നീക്കുന്നതെന്ന്, അവയുടെ തീരുവയാണ് എന്റെ തീരുവയെന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം എനിക്കൊരവകാശവും നിങ്ങളോട് ചോദിക്കുവാനില്ല. എന്റെ അച്ഛനാണ് നിങ്ങൾ. എനിക്കൊട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്നെ അതിനനുവദിക്കണം. അവിടുത്തെ പാദങ്ങൾ തലോടുവാൻ, അവിടുത്തേക്ക് ആഹാരം തരുവാൻ, അങ്ങയെ പരിചരിക്കുവാൻ, അങ്ങയ്ക്ക് അസുഖം വന്നാൽ അതെന്റേതാണെന്നോർത്ത് തീർക്കുവാൻ. അല്ലയോ ധന്യാത്മാവേ, എന്റെ ഈ കർത്തവ്യ കർമ്മങ്ങൾ ഒന്ന് തീർത്ത് ഞാൻ ആ ബന്ധത്തിൽ നിന്ന് ഒന്ന് മുക്തനായിക്കോട്ടെ, അതിനെന്നെ അനുഗ്രഹിക്കണമേ എന്ന്. അവിടുന്ന് എനിക്ക് അമ്മയാണ്, ഞാൻ അവിടുത്തെ മകനാണ്. എനിക്കൊന്നും അവകാശപ്പെടാനില്ല. എനിക്ക് അവിടുത്തേക്ക് ചെയ്യുവാനുണ്ട്. എന്റെ കർത്തവ്യങ്ങൾ, എന്റെ നിഷ്ഠകൾ, അതിനെനിക്ക് ത്രാണിയും, അതിനെനിക്ക് ശക്തിയും, അതിനെനിക്ക് ഓർമ്മയും, അതിന് വേണ്ടുന്ന സൗകര്യവും അവിടുത്തെ അനുഗ്രഹത്തിൽ നിന്നുണ്ടാകണമേ എന്ന ഒരു പ്രാർത്ഥനയല്ലാതെ ഒന്നും ഞാൻ അവിടുത്തോട് അവകാശമായി ഉന്നയിക്കുന്നില്ല. പുത്ര, നീ എനിക്ക് പുത്രനാണ്. ഒരച്ഛന്റെ കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാൻ എന്നെ അനുവദിക്കുക മാത്രം ചെയ്യണമേ എന്ന്. നിന്നോടൊരു അവകാശവും എനിക്കുന്നയിക്കുവാനില്ല. നിന്റെ ജീവിതം സ്വതന്ത്രവും സ്വച്ഛവുമാണ്. എന്റെ ഈ ശരീരം നിന്നോടുള്ള ബന്ധത്തിന്റെ തലങ്ങളിൽ ദുഃഖിക്കാതിരിക്കുവാൻ നീ എങ്ങനെയാകണമെന്നത് എനിക്ക് പ്രശ്നമല്ല, ഞാൻ എങ്ങനെയാകണമെന്നുള്ളത് എനിക്ക് പ്രശ്നമാണ്. നീ ചെയ്തതൊന്നും എന്റെ ഓർമ്മകളിൽ നിൽക്കേണ്ടതില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നവയാണ്. ഈ ദർശനം വേറെയാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ദർശനമല്ലല്ലോ. ഇറ്റ്സ് ടു ഡിഫറൻസ്. നിങ്ങൾ ഇതുവരെ പഠിച്ച ദർശനമൊക്കെ ഇതിന് വിപരീതമാണ്. Is it right? Is it right? No. ഇതെന്റെ സ്വന്തം ദർശനമാണ്. ഇതെന്റെ ആത്മാവിന്റെ ദർശനമാണ്. ഇതെന്നെ ഞാൻ കണ്ടെത്തുന്ന ദർശനമാണ്.
ഇതെന്നെ പരിണമിപ്പിക്കുന്ന ദർശനമാണ്. എന്നെ ജഗദീശ ഉത്സംഗത്തിൽ എത്തിക്കുന്ന ദർശനമാണ്. ഇവിടെ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇവിടെ എനിക്ക് കിട്ടുന്നത് ആത്മാവ് മാത്രമാണ്. വ്യക്തിയെ ജഗദീശ്വര ചൈതന്യത്തിലേക്ക് അടുക്കിപ്പിടിക്കുന്ന ആത്മദർശനത്തിന്റെ ഉദാരതയാണ്. ഇത് അന്തര്യോഗവുമാണ്. ഇതിൽ ബഹിരംഗ യോഗമില്ല. തനിക്ക് വെളിയിലൊന്നും തനിക്ക് അവകാശപ്പെടാനായില്ല. ആത്മാവിന്റെ വിഭൂതിയിൽ തനിക്ക് കൊടുത്തു തീർക്കുവാൻ ഒട്ടേറെയുണ്ട്. അവൻ അത് ചെയ്തു, അവൾ ഇത് ചെയ്തു, അയാൾ അങ്ങനെ പെരുമാറി, ഇയാൾ ഇങ്ങനെ പെരുമാറി. ഇല്ല, അവരൊക്കെ പെരുമാറിയത് ശരിയാണ്. എനിക്ക് ചിലത് ഇങ്ങനെ ചെയ്യാനുണ്ട്. ഇതിലാ പരിണമിക്കും. പ്രതിദ്വന്ദ്വികളില്ല, എതിരാളികളില്ല, അനുകൂലികളില്ല, ബന്ധങ്ങളില്ല, വെറുപ്പുകളില്ല, ഹിംസയില്ല, ദ്വേഷമില്ല, രാഗമില്ല. സദാ സ്വച്ഛന്തത മാത്രം. ഇതിനൊന്നും കൊണ്ടുപോകണ്ട. ഇതിന് ദക്ഷിണ വേണ്ട. ഇതിന് വീട് വിൽക്കണ്ട, ഇതിന് വീട് വാങ്ങണ്ട. ഇതിന് വീടില്ല, അനികേതമാണ്. ഇത് മതിയിലാണ്, സ്ഥിരമതിയിൽ. ഇപ്പൊ ഉള്ളിടത്തുനിന്ന് മാറണ്ട. ഇപ്പൊ ഉള്ളതൊന്നും കളയണ്ട. ഇപ്പൊ ഉള്ളതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഒന്നും നഷ്ടപ്പെടണ്ട, ഒന്നും വാങ്ങണ്ട, ഒന്നും വിൽക്കണ്ട. ഇപ്പോൾ ഇവിടെ ഈ പരിണാമത്തിൽ ഇതിന്റെ മർമ്മരം നിങ്ങൾ കേട്ടുവെങ്കിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ആത്മവിദ്യയുടെ ദലമർമ്മരങ്ങൾ നിങ്ങൾ കേട്ടുവെങ്കിൽ ഇന്നലെയും ഇന്ന് ഉച്ചവരെയുമുള്ള ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ ദലമർമ്മരങ്ങളുടെ സ്പർശം അനുഭവവേദ്യമായെങ്കിൽ എന്റെ പാരമ്പര്യത്തിന്റെ അറിവൽപ്പം എനിക്കുണ്ടെന്ന് എനിക്ക് സമാധാനിക്കാം. ഇല്ലെങ്കിൽ എന്റെ അറിവിന്റെ പോരായ്മയിൽ എനിക്ക് വീണ്ടും എന്റെ തപോയാത്ര തുടരാം. നിങ്ങളുടെ കുഴപ്പമായിരിക്കില്ല. ഇത്ര ഉറപ്പുള്ളതാണ് ഈ വിദ്യ. നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കില്ല, എനിക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും ഇതിന്റെ ദലമർമ്മരങ്ങൾ നിങ്ങളിൽ എത്താത്തതെന്ന് അപ്പോൾ എനിക്ക് സമാധാനിക്കാം. എന്റെ ആചാര്യന്മാരുടെ പോരായ്മയാവില്ലത്, എന്റെ പോരായ്മ. ഇങ്ങനെ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അതിന്റെ ദലമർമ്മരങ്ങൾ കേട്ടുവോ? ആത്മവിദ്യയുടെ ദലമർമ്മരങ്ങൾ കേട്ടുവോ? എവിടെയോ? ഇനി ഉച്ച കഴിഞ്ഞാവാം. ഇനി മുന്നോട്ട് പോയാൽ
നിങ്ങളുടെ മസ്തിഷ്കത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. യാജ്ഞവൽക്യൻ പറയുന്നത് പോലെ അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിഞ്ഞാവാം. ഹരി ഓം.